യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ, പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, ഇന്നേ ദിവസം നാം ധ്യാനിക്കുന്നത്, ചിന്തിക്കുന്നത് കുരിശിൻ്റെ വഴിയിലെ 8-ാം സ്ഥലത്തെക്കുറിച്ചാണ്. നമ്മളവിടെ കാണുന്ന, പ്രിയപ്പെട്ടവരെ, ഓറസ്ലേം നഗരിയിലെ സ്ത്രീകളെ കർത്താവ് ആശ്വസിപ്പിക്കുന്ന ഒരു രംഗമാണ്. കർത്താവ് കുരിശോടുകൂടെ നീങ്ങുന്ന സമയത്ത് സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്ന രംഗം. ഈശോ തന്നെ വലിയ വേദനയിലാണ്, ഈശോ തന്നെ വലിയ സങ്കടത്തിലാണ്. ആ സമയത്താണ്, പ്രിയപ്പെട്ടവരെ, അവിടെ കൂടിയിരുന്ന സ്ത്രീകളെ കർത്താവ് ആശ്വസിപ്പിക്കുന്നു. നമുക്ക് ആത്മപരിശോധന ചെയ്യാം. നമ്മളൊരു സങ്കടത്തിലായിരിക്കുന്ന സമയം, നമ്മൾ വലിയ സഹനത്തിലായിരിക്കുന്ന സമയത്ത് നമുക്ക് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ പറ്റുമോ? പറ്റുന്നുണ്ടെങ്കിൽ അത് വലിയ കാര്യമാണ്. ഈ അടുത്തൊരു വൈദികൻ എന്നോട് പറയുണ്ടായി, അതായത് സഹനത്തിനിടയിലും ആനന്ദത്തോടു കൂടെ ആയിരിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം. നമ്മുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായ സഹനങ്ങളൊക്കെ ഉണ്ട്. അതിനിടയിലും ആനന്ദത്തോടു കൂടെ ആയിരിക്കാൻ പറ്റുക എന്നുള്ളത് വലിയ കാര്യമാണ്. ഈശോ വലിയ കുരിശിലൂടെ, സഹനത്തിലൂടെ നടന്നു നീങ്ങുന്ന സമയത്താണ് ഈശോ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്നത്. ഈ ഒരു സ്ഥലം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുന്ന സമയത്തും ഞെരുക്കങ്ങൾ ഉണ്ടാകുന്ന സമയത്തും മറ്റുള്ളവർ കണ്ണുനീരോടെ വരുമ്പോൾ, സങ്കടത്തോടെ വരുമ്പോൾ, ഭാരത്തോടെ വരുമ്പോൾ, സഹനത്തിലൊക്കെ വരുമ്പോൾ അവരെ ആശ്വസിപ്പിക്കണം. രണ്ടാമതായിട്ട് കർത്താവ് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എൻ്റെ പക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ, പ്രിയപ്പെട്ടവരെ, നമ്മൾ ആശ്വാസം തേടി പലരുടെ അടുത്തേക്ക് പോകും. യഥാർത്ഥമായ ആശ്വാസം നമുക്ക് ലഭിക്കുന്നത് ഈശോയിൽ നിന്ന് മാത്രമാണ്. മനുഷ്യർക്ക് ഇങ്ങനെ പറയാനൊക്കെ പറ്റും, പക്ഷേ യഥാർത്ഥമായ ആശ്വാസം നമുക്ക് ലഭിക്കുന്നത് ഈശോയിൽ നിന്നാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളിൽ, വേദനകളിലൊക്കെ ആദ്യം ഈശോയുടെ അടുത്തേക്ക് പോവുക, ഈശോയോട് നമ്മുടെ ദുഃഖങ്ങളൊക്കെ പങ്കുവയ്ക്കുക. തീർച്ചയായിട്ടും ഈശോയാണ് അവസാനത്തെ ഉത്തരം നൽകുന്നത്, യഥാർത്ഥ ആശ്വാസം നൽകുന്നത് കർത്താവാണ്. അതിനുവേണ്ടി ദൈവം ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് ചില വ്യക്തികൾ, സാഹചര്യങ്ങൾ, സംഭവങ്ങളൊക്കെ. ഉത്തരം നൽകുന്നതെല്ലാം, പ്രാർത്ഥന കേൾക്കുന്നതെല്ലാം, നമ്മളെ ആശ്വസിപ്പിക്കുന്നതെല്ലാം ഈശോയാണ്. ഈ ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. വിശുദ്ധ കൊച്ചുത്രേസ്യ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: എനിക്ക് സഹനം ഉണ്ടാകുമ്പോൾ, സങ്കടം ഉണ്ടാകുമ്പോൾ ഞാൻ ആദ്യം പോയി എൻ്റെ ഈശോയോട് അത് പറയും. നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളും കുരിശുകളും വേദനകളും വരുമ്പോൾ നമ്മൾ എല്ലാവരോടും പറയും, പക്ഷേ ഈശോയോട് മാത്രം പറയാൻ നമ്മൾ അവസാനം ഒക്കെ ആയിരിക്കും ഈശോയോട് പറയുക. പ്രിയപ്പെട്ടവരെ, സഹനം ഉണ്ടാകുമ്പോൾ ആദ്യം ഈശോയുടെ അടുത്തേക്ക് പോവുക. ഈശോ നിനക്ക് ഉത്തരം നൽകും, ഈശോ നിന്നെ ആശ്വസിപ്പിക്കും. ഈ 2 ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കട്ടെ. നമ്മുടെ സഹനത്തിൻ്റെ സമയത്തും നമുക്ക് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാനായിട്ട് സാധിക്കട്ടെ. അപ്പം നമ്മുടെ ജീവിതത്തിൽ സഹനം ഉണ്ടാകുമ്പോൾ ഓടിച്ചെന്ന് ഈശോയുടെ അടുത്തിരിക്കുക, ഈശോയോട് പറയുക, ഈശോ നമ്മെ ആശ്വസിപ്പിക്കും. കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നല്ല ഈശോയെ, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാനും, ഞങ്ങളുടെ ജീവിതത്തിലെ സഹനങ്ങളും വേദനകളും ഉണ്ടാകുമ്പോൾ ഈശോയുടെ അടുത്തേക്ക് ഓടുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും അതിനുള്ള വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ. യേശു നാമത്തിൽ ആശീർവദിച്ച് അനുഗ്രഹിക്കും, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.